ആരോട് പറയാനോ എങ്ങനെയൊക്കെ ചെവി നിറച്ച് മുടിയിട്ടേക്ക് വലിയ അതെ മഹാരാജാവിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ഈ മീശ കാണാവോ? ഈ താടി കാണാവോ? ഞാനൊരു രാജഗുരുവാണ്, അല്ലാതെ ഇവിടുത്തെ തോഴിയല്ല. 3 നേരം ഡാൻസും കളിച്ച് ഇവിടെയൊക്കെ തൂത്ത് ഈ കൊട്ടാരത്തിലെ സകല പണി ഞാൻ തന്നെ ചെയ്യണം. ഇത് പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് രാജ്ഞിയെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ രാജഗുരു വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എന്റെ ഭാര്യയെ വിളിക്കാൻ താൻ എന്തെങ്കിലും സൂത്രപ്പണി പറഞ്ഞു തന്നാൽ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. അതറിയാമെങ്കിൽ പിണങ്ങിപ്പോയ എന്റെ ഭാര്യനെ ഞാൻ വിളിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? അല്ല, തന്റെ ഭാര്യ എന്തിനാ പിണങ്ങി പോയേ? തിരിച്ചു വരാൻ വേണ്ടി പിണങ്ങിപ്പോയതാ. അല്ല പിന്നെ രാജൻ, ഉച്ചക്ക് കഴിക്കാൻ എന്താണ് വേണ്ടത്? രാവിലെ നാം ഒന്നും കഴിച്ചില്ല. ആ രാവിലെ ഒന്നും ഇല്ലാത്തോണ്ടാ ഉച്ചക്കേത്ത ചോദിക്കുന്നേ. ഓർഡർ പറ. ഉച്ചക്ക് നാമിന് നല്ല വാഴയിലിൽ നല്ല തുമ്പപ്പൂ പോലത്തെ ചോറും പിന്നെ നല്ല മ്ലാങ്ങന്നിരിക്കുന്ന മാമ്പളപ്പുളിശ്ശേരിയും പച്ചടി, ഈ തോരൻ, അതൊക്കെ രാജഗുരുവിന്റെ ഇഷ്ടം. എന്നോടൊന്നും ചോദിച്ചില്ല. താങ്കൾക്ക് എന്ത് വേണം? എനിക്ക് പൊറോട്ടയും ബീഫും മതി. പൊറോട്ട ബീഫു നമ്മുടെ കൊട്ടാരത്തിൽ നോൺ വെജ് വേണ്ട, നാം പുറത്തു പോയി കഴിച്ചോളാം. പുറത്തു പോയി കഴിക്കാനുള്ള സമ്പാദ്യമൊക്കെ ഇത് എവിടുന്ന്? അടുക്കളയിൽ ഇരുന്ന് ഉരുളി ഞാൻ അങ്ങ് പണയം വെച്ച്. പറയുന്നത് കേട്ടാലേ അകത്തങ്ങ് ഒരുപാട് ഇരിക്കുന്ന കിടക്കാം. ആകെ ഉണ്ടായിരുന്ന ഒരു ഉരുളിയാ, അത് ഞാൻ അങ്ങ് എടുത്ത് പണയം വെച്ച്. എന്റെ കാവിലമ്മേ, അത് ഞാനുണ്ടാവാൻ വേണ്ടി എന്റെ അമ്മ കമിഴ്ത്തിയ ഉരുളിയാണത്. അതൊരു പാലുരുളി ആയോണ്ടാ ഞാൻ പണയം വെച്ചത്. പിന്നെ രാജനെ മുഖം കാണിക്കാൻ വേണ്ടി വെളിയിൽ ആ സുരേഷ് വന്ന് നിൽക്കുന്നു. എന്തിനാണ് എന്നെ വന്നിങ്ങനെ മുഖം കാണിക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി അതുകൊണ്ടൊന്നും അല്ല, കടം മേടിച്ച കാശേ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പലരും വന്ന് ഇങ്ങനെ മുഖം കാണിച്ചോണ്ട് പോകും. ഇപ്രാവശ്യം അവൻ പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയോ? പൈസ വേണ്ടെന്നോ? അല്ല, ഇനി വരുമ്പോഴേ അവൻ മുഖം വരയ്ക്കത്തില്ല, കാണിക്കുന്നേന്ന്. പണ്ട് പ്രജകൾക്കൊന്നും നമ്മളോട് ബഹുമാനമില്ലാണ്ടായി. പണ്ട് പണവും പ്രൗഢിയും നിറഞ്ഞൊരു കൊട്ടാരമായിരുന്നു ഇത്. ഇപ്പൊ ഒരു പണവും ഇല്ല, ഒരു പഴവും ഇല്ല. ആകപ്പാടെ തൊലിച്ച സവാളയുടെ ഫിഗർ കണക്കിരിക്കുന്ന ഒരു രാജഗുരു മാത്രമാണ്. പറഞ്ഞു വിട്ടാ പോലും പോകില്ല. അട്ട ഒട്ടിയിരിക്കണാണ് കയ്യിരിക്കണം. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവോ, നിങ്ങൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? മഹാരാജൻ, അതിന് പണമില്ലെങ്കിൽ എന്താ? ഞാൻ ഡയലോഗ് പറഞ്ഞുപോയി. അന്തസ് പ്രൗഢി പറ. അന്തസ്സില്ലേ, ആ പ്രൗഢിക്ക് എന്താ ഒരു കുറവ്? പിന്നെ എന്താണ് ആ ചൈതത്തിന് എന്താ കുറവ്? നിന്റെ ഈ ഓരോരോ തെള്ളി എല്ലാ ദിവസവും കേൾക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത്. പണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയൊക്കെ വരും. പിന്നെ രാജൻ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് എന്താണ് ദിവസം? ഇന്ന് രാജാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഡെക്കറേഷനായി ആ രാജാക്കന്മാർ വരുന്നുണ്ട്. അല്ല, ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കട്ടെ. എന്തോന്ന് എടുത്ത് വെച്ച് ഒരുങ്ങും? ആകെയുള്ളത് ആ തോഴി നിർമ്മലയാ. അവൾ എന്തായാലും ഇന്നും താമസിക്കത്തേ ഉള്ളൂ. അവൾ എന്താ തിരിപ്പോ? ആ തിരിപ്പ് അതെടുക്കാൻ മറന്നു, അത് കാണുന്നില്ലെന്ന്. രാവിലെ തൊട്ടേ പരതുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് കഴിക്കാനല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച്. ദേ മഹാരാജൻ, നമ്മളെടുക്ക് എന്തോന്നെടുത്ത് വെച്ച് ഒരുങ്ങാനാ ഉള്ളത്? ഒരു കാര്യം ചെയ്യ്, അവര് വരുമ്പോഴേ എന്തേലും നമുക്ക് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറ. അവര് വരുന്നില്ലേ? അല്ല, അവര് നമ്മൾ എന്താ പറയും? പ്രാണി പെറ്റിയെടുക്കാൻ നമുക്ക് പറഞ്ഞേ. പ്രാണിയോ? പ്രാണി. അയ്യോ, അതൊക്കെ പറയുന്നത് ഭയങ്കര മോശമില്ലടൂ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? രാജാവ് അത് കേക്കുവോ? നിന്റെ ഈ ഓരോരോ ഐഡിയ നിങ്ങൾ കേക്കണം. ഞാൻ 6 നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു. യവന്റെ ഓരോരോ ഐഡിയ കേട്ട് ആകപ്പാടുള്ള ജട്ടി നോട്ടീസ് ഒട്ടിച്ചാണ്ട് ഇല്ല കാണുന്ന കൊട്ടാരം മാത്രം. വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലേ. എന്തായാലും എല്ലാം പൊളിഞ്ഞിരിക്കുക. നീ ഇനി നിന്റെ കൂടെ പറ. നമ്മുടെ ആ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലില്ലേ, അവിടെ ഊണിന്റെ 20 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് മേടിച്ചങ്ങ് കൊടുക്കാം. 20 ഊണ് കിട്ടുമല്ലേ? പിന്നെ നീ അത് മേടിച്ചോണ്ട് പോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? ആ 20 രൂപ എവിടുന്ന് ഒപ്പിക്കും? അതുമില്ലേ, എന്റെ അമ്മയുടെ കുടിച്ച പൊട്ടിച്ചിട്ടാണ് ഞാൻ രാവിലെ പാല് തന്നെ വാങ്ങിച്ചത്. അത് ശരി. പിന്നെ രാജാവിന്റെ കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും താ, കാണിക്കാം. പൈസ എടുക്കുന്നു. അയ്യോ, ഇത് കണ്ടു. ആ പഴുതാരൊരു ടാറ്റു അടിച്ചിട്ട്. ടാറ്റു ഒന്നുമല്ല, നിന്നെയൊക്കെ തീറ്റി പോറ്റാൻ വേണ്ടി എന്റെ കിഡ്നി വിറ്റതാ ഞാൻ. എന്താണ് രാജഗുരു നമ്മുടെ രാജ്യം ഇങ്ങനെ ശോഷിച്ചു പോയത്? ഓരോ രാജാക്കന്മാർ ഓരോന്ന് വെട്ടിപ്പിടിച്ചപ്പോ രാജൻ ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നു. അതാ ഇങ്ങനെ ശോഷിച്ചു പോയത്. ഞാൻ എവിടെയെങ്കിലും പോയി എന്തേലും തെണ്ടെങ്കിലും കൊണ്ടുവരാം. അതാകുമ്പോ രാജഗുരുവിന് കറക്റ്റ് ആയിരിക്കും. ആ ഫിഗർ ഡിറ്റോയാ തെണ്ടാനുള്ളത്. രാജൻ, ഇനിയെങ്കിലും നമ്മുടെ പഴയ അന്തസ്സും പ്രൗഢിയും എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. യുദ്ധമെങ്കിൽ യുദ്ധം, അതിനുവരെ ഞാൻ
തയ്യാറാണ്. രാജൻ രക്ഷിക്കണം, രാജൻ രക്ഷിക്കണം, രാജൻ ഒന്ന് രക്ഷിക്കൂ. എന്താ മുടിയിട്ട് അന്നാക്കി കുരുങ്ങിയ? അയ്യോ അതൊന്നുമല്ല, നമ്മുടെ അയൽ രാജ്യത്തെ പിങ്കള രാജൻ നമ്മളോട് യുദ്ധത്തിനായി വരുന്നു. ഈ ചെറുക്കന് വയ്യ, എനിക്ക് അറിയാൻ വയ്യാട്ട് പോയി. എവന് വല്ല പ്രാന്താവല്ല ഉണ്ട്. യുദ്ധം തീരാ കൊതി തീരാത്തൊരു ചെറുക്കനുണ്ടോ? അതെങ്ങനെ രാജാവിനറിയാ? നമ്മുടെ ആ മാവിലെ അതൊരു പഴുത്ത മാമ്പഴം ഉണ്ടായിരുന്നു. ഞാൻ അത് പറിക്കാൻ വേണ്ടി പണ്ട് നേർത്തൊരു അമ്മ അങ്ങോട്ട് വിട്ടായിരുന്നു. കഷകാലത്തിനാൽ അവന്റെ രാജ്യത്തെ അങ്ങ് പതിച്ച് അവൻ ഉടനെ തന്നെ അവന്റെ ബീരങ്കി വെച്ച് നമ്മുടെ കൊട്ടാരത്തിന് മേൽക്കൂര അടിച്ചു പൊട്ടിച്ച്. താനിപ്പോഴും മേലോട്ട് തന്നെ ഏറിക്കൊടു താർപ്പ വിളിച്ചിട്ടേക്കണം. വെറുതെ ഒന്നും അല്ല മഹാരാജൻ, ഇന്നലെ പിങ്കളദേവൻ ഒരു വീഡിയോ ഇട്ട് അതിന്റെ താഴെ ചെന്ന് ഞാനൊരു കമന്റും അങ്ങ് ഇട്ട്. അയ്യോ, താൻ എന്തിനാണോ തല വെച്ച് കൊടുത്തത്? അരി വേമിക്കാൻ വൈപ്പുണ്ടവർ കൊണ്ടുവരാന്ന് പറഞ്ഞവനാ അരി മേടിക്കാനുള്ള വകുപ്പായിട്ട് കൊണ്ടുവന്നേക്കുന്നുണ്ട് ഈ തരാ. അയ്യോ, താണ്ടാവും വരുന്നേ. എന്റെ ഇവിടെ എവിടെയായാലും ഒന്ന് ഒളിപ്പിക്കുവോ? ഈ ഒരു കാര്യം ചെയ്യ്, നിന്റെ മുടിയും താടിയും കൂടെ ഫ്രണ്ടിലോട്ട് ഇടും. പുൽപ്പൊട്ടിയാന്ന് വിചാരിച്ചു അങ്ങോട്ടങ്ങനെ മാറി നിൽക്കണം. വരണം പിങ്കള രാജൻ. ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എന്തിനും അതിനൊരു സന്ധ്യ വേണമല്ലോ. അതെനിക്കും ഉണ്ട്. എന്താന്ന്? സന്ധി. അതല്ല, സന്ധ്യ ചർച്ച. അത് വേണ്ടി. സന്ധ്യ ചർച്ചയ്ക്ക് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടിയോ? ഈ ചെമ്മരിയാടിന്റെ തല വെട്ടിയതിനു ശേഷം സന്ധ്യ ചർച്ചയാവാം. ചെമ്മരിയാടോ? എന്നെയാ ഉദ്ദേശിച്ചത്. ആട് ജീവിതം ഇറങ്ങിയപ്പോഴെങ്കിലും ഏറിക്കേറി രക്ഷപ്പെടാൻ വയ്യ. മഹാരാജൻ എങ്ങനെയും ഒന്ന് രക്ഷിക്കേ. ഞാൻ അവിടെ പറയാം. അതെ പിങ്കളു, ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കല്ലേ. ഈ യുദ്ധം എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചീച്ചിയാ. അത് നമ്മൾ തന്നെ ഭയങ്കര വഴക്കുണ്ടാക്കും, അടി ഇടിയൊക്കെ ആവും. അപ്പൊ പിങ്കു ഇതിന്ന് പിന്മാറണം. രാജൻ, അങ്ങയോടുള്ള ബഹുമാന സൂചകമായി ഞാൻ പറയുന്നു, പിങ്കു, ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ 3 പേരല്ലേ ഉള്ളു. 3 പേർക്ക് കേൾക്കാനുള്ള ഒച്ചയിൽ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെ നാട്ടുകാരെല്ലാം കൂടെ ഇടിച്ചു തള്ളിക്കറി ഇങ്ങോട്ട് വരും. സാധ്യമല്ല. അത് കറക്റ്റ് മീറ്ററാ. ഇനി എനിക്ക് ക്ഷമല്ല. ഞാൻ യുദ്ധത്തിന് തയ്യാർ. എങ്കിൽ ഞങ്ങളും തയ്യാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ കാലപ്പടയെ ഇറക്കും. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുതിരപ്പട ഇറക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ആനപ്പട ഇറക്കും. രണ്ടൂടെ ഇനി ഇവിടെ കിടന്ന് ഒച്ച വെച്ച 2 പട ചവിട്ടി ഞാൻ തെള്ളിയിടും. ഞാൻ വെളിയിലോട്ട് ഞാൻ പറഞ്ഞേക്കാം. അല്ല, പിന്നെ വിഷയം നടക്കുന്ന സംഭവം എന്താണ്? ഈ കൊല്ലുവരെ എത്തിയപ്പം എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഞാനൊരു റീൽസ് വീഡിയോ ഇട്ടപ്പോ തന്റെ ഈ കുരു അതിന്റെ താഴെ മോശം കമന്റ് ഇട്ട്. എന്താണോ താൻ കമന്റ് ഇട്ടത്? കൊതുകിനും ഇല്ലേ കൃമികടീന്ന്. ക്രിമികടി. ഒരു രാജഗുരുട്ട കമന്റാ. തനിക്ക് തന്റെ ആ മീശ താഴോട്ട് നീട്ടി വളർത്തി അണ്ണാക്കിലോട്ട് കടത്തി വെക്കാൻ വയ്യായിരുന്നു. അല്ല, അങ്ങനെ പറയണെങ്കിൽ അതിനൊരു ഏതായാലും ഒരു കാരണം കാണും. ആ കാരണം എന്താണെന്ന് എനിക്കറിയണം. ആ ഡാൻസ് എനിക്കൊന്ന് കാണണം. കാണിക്കാം. പക്ഷേ രാജൻ പറയണം, ഈ ഗുരു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. ശരിയാണോ തെറ്റാണോ ഞാൻ പറയാം. ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ. അതൊക്കെ കളി. എങ്ങനെയുണ്ട് രാജാവ് എന്റെ നൃത്തം? എനിക്കൊന്നും പറയാനില്ല. നിന്നുമായിട്ട് യുദ്ധം ഞാൻ ചെയ്യുന്നില്ല. അതെന്താ രാജാവേ? അഥവാ നിന്റെ കൈകൊണ്ട് വെട്ടുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് നീ വിചാരിച്ചോ? എന്റെ 4 തലമുറക്കായിരിക്കും നാളെക്കേട്. അതുകൊണ്ട് ഞാൻ ഈ രാജഗുരുവിന്റെ തല ഇറക്കാൻ പോവാ. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്ത്? ഞാനെന്ത് തെറ്റ് ചെയ്തെന്നാ? താൻ ആ റീല് മുഴുവൻ ഇരുന്ന് കണ്ട്, എന്നിട്ട് അതും പോലെ തന്നെ അതിന്റെ കമന്റ് വിട്ടു. തന്നെ പോലെ ആൾക്കാരെ ലെവനെ പോലുള്ളമാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുക, പിന്നെ നിന്നോട് എനിക്കൊരു ഉപദേശം തരാറുണ്ട്. ഇതൊരു കപ്പേ തീരത്തില്ല. നീ അതിന്റെ മരത്തിൽ പോയി ഒരു കടിയങ്ങ് കടിക്കണം. എന്നാലും നിനക്ക് ഇത്തിരി സമാധാനം കിട്ടും. എടാ പേട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.